എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകനെ പെട്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചിരിയും കളിയും തമാശകളുമായി ഇങ്ങനെ നടക്കുകയാണ്. ഉസ്താദേ, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. നിങ്ങൾ പറയുന്നത് പോലെ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതവും സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കാനുള്ളതല്ല. ജീവിതം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും ഉല്ലസിച്ചുകൊണ്ട് നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. ഒരുപാട് സന്തോഷത്തോടുകൂടി ഭാര്യയുടെ കൂടെ, മക്കളുടെ കൂടെ, കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കുമ്പോ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കുന്നത് നല്ലതാണ്. എന്തിനാണ് നോക്കാ പറഞ്ഞതെന്നറിയോ? കുല്ലും മ്രിഇൻ മുസബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. അവിടുന്ന് മഹത്തുക്കളെ പറഞ്ഞു തരികയാണ്. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിലെന്ന് നോക്കാൻ പറയുന്നത് എന്തെന്നറിയോ? നീ നിന്റെ കുടുംബത്തോടൊപ്പം, കൂട്ടുകാരോടൊപ്പം പടച്ചവനെ അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് ദുനിയാവിലെ ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കാനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് സുഖിച്ച് നടക്കുന്ന മനുഷ്യ, ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലെന്ന് നോക്കണേ. എന്തിനാണ് നോക്കാ പറയുന്നതെന്നറിയോ? ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, അത് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹത്തുക്കളവിടെന്ന് പഠിപ്പിച്ചു തരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വലാ തുക്സിറുൽ ലഹിക. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ അധികമായിട്ട് ചിരിക്കല്ലേ സഹാബാ, നിങ്ങൾ അധികമായിട്ട് ചിരിക്കരുത്. നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കാവൂ. നിങ്ങൾ അധികമായിട്ട് കരയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാ കരയുന്നത്? ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി കിടന്ന് കരയുന്നവരാണ്. മരണ വീട്ടിൽ കരയാ പാടില്ല, മയ്യത്തിന്റെ ചാരത്ത് കരയാ പാടില്ല, രോഗം പിടിച്ച് കിടക്കുന്നവന്റെ ചാരത്ത് കരയാ പാടില്ല. പടച്ചവനെ, നമ്മൾ കരയാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ മുഴുവനും പോയി കരയുന്നവരാണ്. പക്ഷേ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും നിബിധങ്ങളും പറഞ്ഞല്ലോ, കരയാൻ പറഞ്ഞ ചില സ്ഥലങ്ങളുണ്ടോ, അവിടെയൊന്നും ഞാനും നിങ്ങളും കരയാറില്ല. പടച്ചവനെ, എന്തിനാ ദുആ ചെയ്യുന്ന സമയത്ത് പോലും കരയുന്ന എത്ര പേരാ ഉള്ളത്? പടച്ചവനെ, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ, എപ്പോഴെവിടെ വെച്ചാണ് മരണം നമ്മളെ തേടി വരുന്നതെന്നറിയില്ല. വഅദ് കേൾക്കുന്ന സമയത്താണോ, പോകുന്ന സമയത്താണോ, വീടിനകത്താണോ, എവിടെ വെച്ചാണോ? ഖാബിലുൽ അർവാഹു മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ കണ്ണിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്നതെന്നറിയില്ലല്ലോ. പടച്ചവനെ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കണക്കെടുക്കാ സമയമില്ലല്ലോ. പടച്ചവനെ, എത്രയെത്ര പാപം ചെയ്തവരാണ്. ഇന്നത്തെ ഒരു ദിവസത്തെ കണക്ക് പോലും എനിക്കും നിങ്ങൾക്കും അറിയില്ലല്ലോ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈകൊണ്ട് പിടിച്ചത് പാപമാ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാണ്. ഇന്ന് ഒരു ദിവസം രാവിലെ മുതൽ 9:30 വരെ ചെയ്ത പാപങ്ങളുടെ കണക്ക് പോലും എനിക്കും നിങ്ങൾക്കും എടുക്കാൻ കഴിയില്ലെങ്കിൽ പടച്ചവനെ, പ്രായപൂർത്തിയായ കാലം മുതൽ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുമടോ? അതുകൊണ്ട് പരിശുദ്ധമായ റബീഇന്റെ 1-ാമത്തെ രാവിലെ ഒരുമിച്ച് കൂടിയവരോട്, എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഇറക്കി വെക്കണേ. എല്ലാവരും ഇന്ന് റബീഇന്റെ 1-ാമത്തെ രാവിലെ ഇവിടെ ഇരുന്നു കൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞ് നിറകണ്ണുകളോട് അല്ലാഹുവിന്റെ മുമ്പിൽ
തൗബ ചെയ്തിട്ട് വേണം ഇവിടെ നിന്ന് മടങ്ങാ. അല്ലാഹുവേ അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളും ഇന്നീ ദുനിയാവിലെ സ്വർഗത്തിൽ വെച്ച് കഴുകി കളഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പിരിയാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹുവെ ഈ ഉറക്ക ആമീൻ പറയുന്നവർക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഈ ആമീൻ പറയുന്ന ശബ്ദത്തിൽ പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ആമീൻ ഉറക്ക പറയുന്നവർക്ക് നീ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ലാ. അപ്പൊ നിങ്ങൾക്ക് പറയാൻ അറിയാം അല്ലേ? ഇപ്പൊ വേണോന്ന് വെച്ചാ ചക്ക വേരിലും കായ്ക്കും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്നീ മജ്ലിസിൽ വെച്ച് നമുക്ക് ദുആ ചെയ്യണം. ഇന്നീ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായിട്ട് അവനവന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ എണ്ണി പറഞ്ഞ് കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരൊലിപ്പിക്കണം, ദുആ ചെയ്തു പിരിയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാ ഇന്ന് കരയൂലേ? ഇന്ന് കരയോ? ഇന്ന് ദുആ ചെയ്യുന്ന സമയം ഈ മജ്ലിസിൽ ഇരുന്ന് കരയുമെന്ന് നിയ്യത്ത് ചെയ്യ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കുക. കരയുന്നവരൊക്കെ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും കണ്ണിൽ നിന്ന് ഒലിപ്പിക്കാമെന്ന് അരക്കയ്യന്മാരൊക്കെ ഉണ്ട്. എന്താ അങ്ങനെ പൊക്കണത്? ചങ്ങാതി പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കോ. ഉസ്താദ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും ഇന്ന് ഞാൻ ഈ സദസ്സിൽ വെച്ച് കഴുകിക്കളയും. എന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ഞാൻ ഒലിപ്പിക്കും. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ കൈ പൊക്കിയവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയാം. കൈ പൊക്കാത്തവൻ അല്ല തരുന്ന ശിക്ഷയും ഞാൻ പറയാം. അല്ലാഹു കാക്കുമാറാകട്ടെ. ഈ കൈപൊക്കിയ ആൾക്കാരുണ്ടല്ലോ ഉസ്താദെ, ഇന്ന് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും തൗബ ചെയ്യുമ്പോ ആ ദുആ ചെയ്യുന്ന സമയത്ത് എന്റെ കണ്ണിൽ നിന്ന് ഒലിപ്പിക്കുമെന്ന് തീരുമാനമെടുത്ത ഈ കൈപൊക്കിയവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. ആ കൈ പൊക്കാത്തവന് അല്ല നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. രണ്ടും വേണമല്ലോ. പൊക്കിയവനും പറയണം, പൊക്കാത്തവനും പറയണം. രണ്ടുപേരും തുല്യമാ, രണ്ടുപേരും സമന്മാരല്ലല്ലോ. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോ കരയുന്നവന് കിട്ടുന്ന 5 പ്രതിഫലവും ആ കൈ പൊക്കാത്തവന് കിട്ടുന്ന 1 ശിക്ഷ, അത് ഒന്ന് തന്നെ മതി. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഒന്നുകൂടെ ഉസ്താദെ, ദുആ ചെയ്യുമ്പോ സമയത്ത് കരയാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവര് കൈപൊക്കിക്കേ. ഇനി പൊക്കാത്തവ പൊക്കണ്ട, ഇനി കൈവെക്കാത്ത ചങ്ങാതി വിട്ടേരെ. അള്ളാഹുവിന് കൈപൊക്കി നമുക്ക് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കരയുന്നവരാ നമ്മൾ. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ചിരിക്കുന്നവരാ നമ്മൾ. എല്ലാ സ്ഥലത്ത് ചിരിക്കാനും പാടില്ല, കരയാനും പാടില്ല. അതിന് സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ ചിരിക്കാൻ പാടില്ല. 6 സ്ഥലങ്ങൾ നബി തങ്ങൾ പറയുന്നുണ്ട്. 6 സ്ഥലങ്ങളിൽ ചിരിക്കാൻ പാടില്ല. ചിരിച്ചു കഴിഞ്ഞാൽ അവൻ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അവന്റെ തല പട്ടികയുടെ തല പോലെ ഇരിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇതുപോലെ കരയാൻ പാടില്ലാത്ത സ്ഥലവുമുണ്ട്, ആവശ്യമില്ലാത്ത സ്ഥലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണ വീട്ടിൽ പോയി കരയാൻ പാടുണ്ടോ? ഉണ്ടോ? മയ്യത്തിനടുക്കലിരുന്ന് കരയാൻ പാടുണ്ടോ? പാടില്ല. നമ്മളോട് പോയിരുന്ന് കരയും. രോഗം പിടിച്ച് കിടക്കുന്നവന്റെ അടുത്ത് പോയിരുന്നിട്ട് കരയാൻ പാടുണ്ടോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ക്യാൻസർ രോഗം പിടിച്ച്, കിഡ്നി രോഗം പിടിച്ച ഒരാള് കിടക്ക, അവന്റെ അടുക്ക പോയിരുന്നിട്ട് എന്താ പറയാ? എന്റെ ഒരു അനുഭവം പറയാം. ഒരു കിഡ്നി രോഗം പിടിച്ച് കിടക്കണ ഒരു സഹോദരന്റെ അടുക്കൽ പോയിട്ട് ഒരാള് പറയാ, എന്റെ കുടുംബത്തിലുണ്ടായിരുന്ന 37 വയസ്സുള്ളൊരു സഹോദരൻ കിഡ്നി രോഗിയായിരുന്നു, മരിച്ചുപോയി. ആരോടാ പറയണേ? കിഡ്നി രോഗം പിടിച്ച് കിടക്കുന്നവന്റെ അടുത്ത് പോയിട്ട്. രോഗം പിടിച്ച് കിടക്കുന്നവന്റെ അടുക്ക പോയിട്ട് അവനെ ഭയപ്പെടുത്താനാ നോക്കണത്, എന്നാ അവനെ സമാധാനിപ്പിക്കാനല്ല. അവന്റെ ധൈര്യം കൊടുക്കുക. നമ്മളങ്ങനെ അവന്റെ അടുക്ക പോയിരുന്നിട്ട് അവിടെ ഇരിക്കണ ഫ്രൂട്ട്സും ഓറഞ്ചും മുന്തിരി എടുത്ത് തിന്നണ ആൾക്കാരാ. അല്ല, അങ്ങോട്ട് പോകുമ്പോ ഒന്നും കൊണ്ടുപോകില്ലല്ലോ. അപ്പൊ അവന്റെ അടുക്ക പോയിരുന്ന് കരയുന്നവർ, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ കരയുന്നവർ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ കരയുന്നവർ, എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെയൊന്നും കരയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഈ സദസ്സിലിരുന്നു കൊണ്ട് കരയാ തീരുമാനമെടുത്തവര്, നിങ്ങളുടെ കണ്ണുനീരിന് വിലയുണ്ടോ? അത് പ്രയോജനമുള്ള കണ്ണുനീരാട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് തൗബ ചെയ്യുന്ന
കൊടുക്കുന്ന സമയത്ത് കരയാൻ തീരുമാനിച്ചല്ലോ. അല്ലാഹുവേ, പടച്ചവനെ, പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട്, അള്ളാന്റെ അദാബുകൾ ഓർത്തുകൊണ്ട് അവിടുന്ന് കരയാ തീരുമാനിച്ചല്ലോ. അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? ലാ യലിജുന്നാറ ബകാ മിൻ ഖസിയത്തില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ഒലിപ്പിക്കുന്നവന് പടച്ച റബ്ബ് കൊടുക്കുന്ന 5 പ്രതിഫലങ്ങളിൽ ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ലാ യലിജുന്നാറ ബകാ മിൻ ഖസിയത്തില്ലാഹ് ഹത്താ യറുദ്ദുല്ലബന ഇലല്ലറഈ. നബി തങ്ങൾ അവിടെന്ന് പറയുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? പടച്ച റബ്ബേ, ഞാനും നിങ്ങളും അല്ലാഹുവിനോട് എപ്പോൾ ദുആ ചെയ്താലും പറയുന്ന ഒരു കാര്യമാണ്, അല്ലാഹുവേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റമളാനിന്റെ 30 ദിവസവും നോമ്പ് പിടിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാനേ. റമളാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ രാവും പകലും പടച്ചവനോട് നോമ്പ് പിടിച്ച് ഇഅ്തികാഫിരുന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്ന പടച്ചവനെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ ജുമഅയ്ക്ക് പോകുമ്പോ ഇമാം രണ്ടാമത്തെ ഖുതുബയിൽ 3 പ്രാവശ്യം എടുത്തു പറയുന്ന ഒരേ ഒരു വാചകം, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. അവിടുന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പടച്ചവനോട് ദുആ ചെയ്യുന്ന, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന വഖൂദുഹന്നാസു വൽ ഹിജാറ. മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ച റബ്ബിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ തീയിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ച റബ്ബിന്റെ നരകമുണ്ടല്ലോ, പടച്ചവനെ, ഭയാനകമായ നരകം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നരകത്തെ കുറിച്ച് അറിയുമോ മോനെ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു യാത്ര നടത്തിയല്ലോ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് വിശദീകരിക്കുന്നല്ലോ. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പ്രവാചകൻ 7 ആകാശം കടന്ന് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കടന്നുപോയ ചരിത്രമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശത്തിന്റെ കവാടങ്ങൾ കടന്നു പോകുമ്പോ മലക്കുകൾ മുഴുവനും നബി തങ്ങളെ സ്വീകരിക്കുകയാ. ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് നബി തങ്ങളെ സ്വീകരിക്കുകയാണ്. ആദം നബി മുതലുള്ള പ്രവാചകന്മാരെ നബി തങ്ങളെ കണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിനെ എല്ലാവരും സ്വീകരിച്ചല്ലോ. ആകാശത്തിന്റെ കവാടങ്ങൾ കടന്നുകൊണ്ട് നബി തങ്ങൾ ഇങ്ങനെ പോകുമ്പോ വല്ലാത്ത സന്തോഷമാ. മലക്കുകൾ മുഴുവനും പ്രവാചകനെ എവിടെന്ന് സ്വീകരിക്കുകയാണ്. എല്ലാവരുടെ മുഖത്തും വല്ലാത്ത സന്തോഷമാണ്. നബി തങ്ങളെ ഇങ്ങനെ സ്വീകരിച്ചു കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ ഒരേ ഒരു മലക്കു മാത്രം തല ഉയർത്തുന്നില്ല. ആ മലക്കിന്റെ മുഖത്തൊരു സന്തോഷമില്ല. ആ മലക്കിന്റെ മുഖത്തൊരു സന്തോഷമില്ല. ആ മലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാ. ആ മലക്കൊന്ന് നബി തങ്ങളെ തല ഉയർത്തി പോലും നോക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമാവുകയാണ്. ആരാണ് ജിബ്രീൽ?
ജിബ്രീൽ. ആ മലക്കാരാണ് ജിബ്രീൽ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അത് മാലിക് എന്ന് പറയുന്ന മലക്കാണ് നബിയേ, അത് മാലിക് എന്ന് പറയുന്ന മലക്കാണ് നബിയേ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കാട്. എന്തേ മാലികേ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ മുത്തി നബിയെ കണ്ടിട്ട് നിനക്ക് എന്തേ ഒരു സന്തോഷമില്ലാത്തത്? നീ എന്തേ നബി തങ്ങളെ നോക്കാത്തത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, വല്ലാത്ത സന്തോഷമുണ്ട് നബിയേ. അങ്ങയെ കാണാ കൊതിച്ചിരിക്കുകയായിരുന്നു നബിയേ. പക്ഷേ എന്റെ മുഖത്ത് സന്തോഷം വരുന്നില്ല നബിയേ. തല ഉയർത്തി നോക്കാൻ കഴിയുന്നില്ല നബിയേ. എന്റെ മുഖത്ത് സന്തോഷം വരില്ല നബിയേ. ഖിയാമത്ത് നാൾ വരെ എന്നെ കൊണ്ട് കഴിയില്ല നബിയേ. ഖിയാമത്ത് നാൾ വരെ എന്റെ മുഖത്തിന് സന്തോഷം വരില്ല. കാരണം എന്തെന്നറിയോ? കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ആ നരകം ഞാനൊന്ന് കണ്ടുപോയി നബിയേ. അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ആ നരകം കണ്ടുപോയി. ആ നരകത്തിന്റെ തീ കണ്ടുപോയി. അതുകൊണ്ട് പടച്ചവനെ, ഖിയാമത്ത് നാൾ വരെ എന്റെ മുഖത്ത് സന്തോഷമുണ്ടാകില്ല. പടച്ചവനെ, അതാണ് ആ മലക്കിന്റെ സർവ്വ സന്തോഷങ്ങളും നഷ്ടപ്പെടുത്തിയത് നരകമാ. ആ നരകത്തെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും ഓർമ്മയില്ലല്ലോ. പടച്ചവനെ, ഇന്ന് ഉസ്താദന്മാർ ഇതൊക്കെ വഅദ് പറഞ്ഞു തരുമ്പോ ദുനിയാവിലെ തീയുണ്ടല്ലോ, അത് നരകത്തിലെ 70 അംശം മാത്രമാണ് ദുനിയാവിലെ തീ എന്ന് പറയുമ്പോ ഇന്നത്തെ ചെറുപ്പക്കാര് കളിയാക്കുന്ന ഉസ്താദേ, ഇതൊക്കെ പ്രായമുള്ളവരോട് പറ, വിദ്യാഭ്യാസമില്ലാത്തവരോട് പറ, ഞങ്ങളൊക്കെ അറിവ് കൂടിയവരാ പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാ. പെണ്ണുങ്ങളോട് പറയുന്ന, നിങ്ങൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കേ, തലമറയ്ക്ക്, ഔറത്ത് മറയ്ക്ക്, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. നരകത്തിലധികവും പെണ്ണുങ്ങളാണ്. ഉസ്താദന്മാര് ഖുർആനിന്റെയും ഹദീസും പറഞ്ഞുകൊണ്ട്, ഖുർആനിന്റെ ആയത്തുകളും ഹദീസുകളും പറഞ്ഞിട്ട് പ്രവാചകന്മാര് പറയുമ്പോ, ഉസ്താദന്മാര് പറയുമ്പോ പെണ്ണുങ്ങളെ ചോദിക്കുന്ന, ഉസ്താദേ നരകം ഇരിക്കുന്നത് എവിടെയാ? ആകാശത്തിലാണോ, ഭൂമിയിലാണോ, അതോ കടലിനടിയിലാണോ? എവിടെയാ ഉസ്താദേ ഇത്രയും വലിയ നരകമിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നവരുണ്ടല്ലോ, പരിഹസിക്കുന്നവരുണ്ടല്ലോ. എടാ ചെറുപ്പക്കാരാ, നരകം എന്താണെന്ന് നിനക്ക് കാണണോടാ. അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരകമുണ്ടല്ലോ. ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ മോനെ, കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമല്ലോ. എടാ, കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാളും വലുതൊന്നുമില്ലല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ആ നരകം നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നിൽക്കുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ. ആ മലക്കിന്റെ ചാരത്ത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവേ, മാലിക് എന്ന് പറയുന്ന മലക്കിനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തെ കൊണ്ടുവരാറ്, ആ നരകത്തെ പരലോകത്തേക്ക് കൊണ്ടുവരാറ്. മാലിക് ചോദിക്കുന്ന, ജിബ്രീൽ എങ്ങനെയാ ജിബ്രീല്, ഈ നരകത്തെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാ?
ഈ നരകത്തെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാ? എന്നെ കൊണ്ട് കഴിയില്ല ജിബ്രീൽ. അല്ലാഹുവിന്റെ കൽപ്പനയാണ് ജിബ്രീലേ. അതാ അല്ലാഹുവിന്റെ കൽപ്പനയാണല്ലോ. കാരണം മലക്കുകൾ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരാ. അല്ലാഹുവിന്റെ കൽപ്പനയാണെന്ന് പറയുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് തന്റെ അനുയായികളെ വിളിക്കുകയാണ്. 70,000-ഓളം വരുന്ന അതാ ലക്ഷക്കണക്കിന് മലക്കുകളെ വിളിച്ചിട്ട് അതാ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് പറയുകയാ, ചങ്ങലകൾ എടുത്തുകൊണ്ടുവാ, ചങ്ങലകൾ എടുത്തുകൊണ്ടുവാ. 70,000 ചങ്ങലകൾ കൊണ്ടുവരികയാ, 70,000 ചങ്ങലകൾ കൊണ്ടുവരികയാ. എന്നിട്ട് റബ്ബേ നരകത്തിന്റെ ഒരു ഭാഗത്തെ ബന്ധിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആനയെ കെട്ടുന്ന ചങ്ങല കണ്ടിട്ടുണ്ടോ മോനെ? കൊളുത്തുകൾ ചേർത്ത് വെച്ചല്ലേടാ ചങ്ങല ഉണ്ടാക്കുന്നത്. അതിലെ കൊളുത്തിന്റെ വലിപ്പം നിനക്കറിയുമല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയുടെ വലിപ്പമല്ല, ആ ചങ്ങലയിലെ കൊളുത്തിന്റെ വലിപ്പം നിനക്കറിയുമോ? ആ ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പം നിനക്കറിയോ? ഈ കാണുന്ന ദുനിയാവുണ്ടല്ലോ, ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ, ഇതിനെക്കാളും വലുതാടാ ചെറുപ്പക്കാരാ. ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പം ഈ ലോകത്തിനെക്കാളും വലുതാ. ഇതുപോലെയുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കി 70,000 ചങ്ങല പടച്ചവനെ നരകത്തെ എവിടെന്ന് ബന്ധിപ്പിക്കുകയാ. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള്, ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള്. അള്ളാന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. അങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് വലിച്ചു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടടാ ചെറുപ്പക്കാരാ. നാളെ അള്ളാടെ കോടതിയിലേക്ക് ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ എവിടെയാണെന്ന് ചോദിച്ച മുസ്ലിമേ, നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് നരകത്തെ കൊണ്ടുവരുമ്പോ നീ അല്ലാഹുവോട് പറയുന്നു, റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. ആ നരകത്തെ നാളെ അള്ളാടെ കോടതിയിലേക്ക് നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ നീ അല്ലാഹുവോട് പറയുന്നു, റബ്ബനാ രക്ഷിതാവായ അല്ലാഹ്, അബ്സറിനാ അബ്സറിനാ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു പടച്ചവനെ നരകം കണ്ടു, നരകത്തിന്റെ തീ കണ്ടു, നരകത്തിന്റെ വലുപ്പം കണ്ടു. വസമിഅനാ, എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടുപടച്ചവര് അതിന്റെ അട്ടഹാസവും അതിന്റെ ബഹളവും ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു. റബ്ബേ ഫർജിഅനാ, ഒരു ചാൻസ് താ അല്ലാഹ്, ഒരവസരം താ അല്ലാഹ് എന്ന് നാളെ പരലോകത്ത് കടന്ന് യാചിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട വാപ്പാ, അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ആ നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ് കരയുക, കരയുക, കരയുക. നബി തങ്ങളാ പറയുന്നത്, ലാ യൽജുന്നാർ ബകാ മിൻ ഖസിയത്തില്ലാഹ്. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് നീ ഒലിപ്പിച്ചാൽ ആ നരകത്തിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുകയാണ്. നിന്നെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമടോ, ഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമടോ. പ്രവാചകന്മാര് കരഞ്ഞുപോയാ, എല്ലാ സ്വഹാബത്ത് കരഞ്ഞുപോയാ, ആ ഭയാനകമായ നരകത്തിൽ നിന്ന് നബിതങ്ങളെ നിന്നെ രക്ഷപ്പെടുത്തുകയാണ്. ഉദാഹരണ സഹിതമാണ് നബിതങ്ങൾ പറയുന്നത്. ഏതുപോലെ എന്നറിയോ?
നിനക്ക് തിരിയുന്നതിന് വേണ്ടി നബി തങ്ങൾ ഒരു ഉദാഹരണം പറയുകയാ. പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ഉദാഹരണം നബി തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒട്ടകത്തിന്റെ അകടിൽ നിന്ന്, പശുവിന്റെ അകടിൽ നിന്ന് പാല് കറന്നു. ഒരു പാത്രത്തിലേക്ക് പാല് കറന്നൊഴിച്ചു. പശുവിന്റെ അകടിൽ നിന്ന് പാല് കറന്നു പാത്രത്തിലേക്ക് ഒഴിച്ചു. ഈ പാത്രത്തിൽ വീണ പാല് തിരിച്ച് അകടിലേക്ക് പോകാത്ത കാലത്തോളം അള്ളാഹു നിന്നെ നരകത്തിലിട്ട് ശിക്ഷിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഈ പാത്രത്തിൽ വീണ പാല് ഒരിക്കലും തിരിച്ചു മുകളിലേക്ക് പോകില്ല, എന്ത് ചെയ്താലും പോകില്ല. അപ്പൊ അത് പോകാത്ത കാലത്തോളം നരകത്തിന്റെ തീ നിന്നെ തൊടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. മോനെ ഒന്ന് തിരിച്ചു വെച്ചതാണ്. നരകത്തിന്റെ തീ നമ്മളെ തൊടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ പ്രതിഫലം എന്താ? 5 പ്രതിഫലമാണുള്ളത്. അതിലെ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലി ورجل ذكر الله خاليا وفاضت عيناه. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? പടച്ചവനെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സദസ്സിലിരിക്കുകയാണ്. 10 മണിയായി, ശരീരം വിയർക്കുകയാണ്, വല്ലാത്ത ചൂടാട്, മഴയായിരുന്നു പടച്ചവനെ. എന്നിട്ട് പോലും ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുകയാണ്. 15 ലക്ഷം കിലോമീറ്ററുകളിൽ മുകളിൽ നിന്നിരുന്ന സൂര്യൻ 6 മണിയായപ്പോ അസ്തമിച്ചതാണ്. 10 മണിയായിട്ടും നമുക്ക് ചൂട് താങ്ങാൻ പറ്റുന്നില്ല. പ്രയാസം അനുഭവിക്കുന്നവര്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, അതാ ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന പെങ്ങളെ, മോളെ, രണ്ടാമത്തെ പ്രതിഫലം നിനക്ക് കേൾക്കണോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണെന്ന് പറയുന്ന കബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. എല്ലാവരും മണ്ണിനടിയിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ മലക്കുകളെ പരലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. അതാ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലദ്വാരത്ത് കുടികുത്തി വെച്ച് വരുന്നവർ, ഇതുപോലെ ജനങ്ങളെ അല്ലാഹുവിന്റെ മലക്കുകള് പരലോകത്തേക്ക് കൊണ്ടുവരികയാണ്. അള്ളാന്റെ കോടതിയിലേക്ക് ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും എഴുന്നേറ്റ് വരികയാ. പേടിച്ചു വിറച്ചുകൊണ്ട് ഉടുപ്പതാ ഔറത്തു മറയ്ക്കാതെ, വസ്ത്രമില്ലാതെ, ചെരുപ്പില്ലാതെ എല്ലാരും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പേടിച്ച് വിറച്ചുകൊണ്ട് കടന്നു വരികയാ. സുബ്ഹാനല്ലാഹ്. ചെമ്പിന്റെ തറയാടാ ചെറുപ്പക്കാരാ, ചെമ്പിന്റെ തറയാ. നിനക്ക് വസ്ത്രമില്ലല്ലോ. പടച്ചവനെ, 15 ലക്ഷം കിലോമീറ്ററുകളിൽ മുകളിൽ നിന്നിരുന്ന സൂര്യനെ അല്ലാഹു ഇറക്കുകയാ. നിന്റെ തലയുടെ ഒരു ചാണ് മുകളില്, നിന്റെ തലയുടെ ഒരു ചാണ് മുകളില്. സുബ്ഹാനല്ലാഹ്. ഈ സൂര്യനെ അല്ലാഹു ഇറക്കും ചെറുപ്പക്കാരാ. ചൂടൊക്കെ ഇവിടെയല്ല വാപ്പാ, വിയർപ്പൊക്കെ ഇവിടെയല്ല ചെറുപ്പക്കാരാ. അതൊക്കെ എവിടെയാണെന്നറിയോ? അതൊക്കെ എവിടെയാണെന്നറിയോ? ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോസ വണ്ടിയോ മായി വരുന്നേ കാള. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള. മോനെ, വീട് കെട്ടുന്ന ചെറിയ ഇഷ്ടിക കണ്ടിട്ടുണ്ടോ?
വെള്ളമുടിച്ച് മണ്ണ് ചെളി കുടച്ചിട്ട് ആ ചെളിക്കകത്ത് നിന്നുണ്ടാക്കുന്ന ഇഷ്ടികയുടെ നിറം ചുമപ്പാ. എങ്ങനെയാ ചുമന്ന നിറമായതെന്നറിയോ? അടുക്കി വെച്ചു പച്ചവിറകിട്ട് കത്തിക്കുന്ന ചൂള കണ്ടിട്ടുണ്ടോ? അടുത്തു പോയിട്ടുണ്ടോ? എന്തൊരു പ്രയാസമാണെന്നറിയോ? ആ ചൂളയൊന്നും ഒന്നുമല്ലടാ ചെറുപ്പക്കാരാ. വാപ്പാ കാളവണ്ടി കണ്ടിട്ടില്ലേ? ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളയുടെ വായിലൂടെ പതയുന്നൊരയും ഇങ്ങനെ ഒഴുകുമല്ലോ. ഇതുപോലെ നാളെ പടച്ചറബിന്റെ പരലോകത്ത് വെച്ച് കാളയുടെ വായിൽ നിന്നല്ല മനുഷ്യന്റെ വായിൽ നിന്ന് ഒലിക്കുന്നത് നിനക്ക് കാണാ. പെങ്ങളെ, അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറ് തിളച്ചിട്ട് മറിയുകയാ. സുബ്ഹാനല്ലാഹ്, നാളെ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് തിളയ്ക്കും പെങ്ങള്. മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം വരാറുണ്ട്. ഇത് സിനിമാ കഥയല്ല, ആരെങ്കിലും എഴുതി വച്ചിരിക്കുന്ന കള്ളക്കഥയല്ല. അള്ളാന്റെ ഖുർആൻ പറയുകയാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, ആരാ മക്കളെ സഹായിക്കാൻ നാളെ ഉടുതുണിയില്ലാതെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഒരു ചാട് മുകളിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുമ്പോ ആ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് പേടിച്ച് വിറച്ചുകൊണ്ട് അവനവൻ ചെയ്ത പാപത്തിന്റെ കണക്കനുസരിച്ച് മുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്തുവരെ വിയർപ്പിനകത്തിങ്ങനെ മുങ്ങി നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മക്കള് പറയുന്നു, അല്ലാ എന്റെ ഉമ്മാനവൊന്നും മലത്തി കിടത്തിത്താ. 9.5 മാസക്കാല ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നെന്ത് പ്രസവിച്ച മാതാവ് ആ ഉമ്മയെ കാണിച്ചിട്ട് മക്കള് പറയുകയാ, ഒന്ന് മലർത്തി കിടത്തി തരുവോ അല്ലാ? നെഞ്ചത്ത് കയറി നിൽക്കട്ടെ റബ്ബേ, കാല് പൊള്ളുന്നു പടച്ചവര്. എന്റെ വാപ്പ നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ വാപ്പ. മക്കള് പറയുന്നു, റബ്ബേ എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എനിക്കിതാ പടച്ചവര്. എന്റെ പാപം മുഴുവനും എന്റെ വാപ്പാടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഉപ്പാന നരകത്തിലെറിഞ്ഞു. എനിക്ക് സ്വർഗം തരണേ എന്ന് മനുഷ്യന്മാര് സ്വാർത്ഥരാകുന്ന ദിവസമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉബ്ബിഹി വ അബീഹി വസ്വാഹിബതിഹി വബനി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ആരാരുമില്ലടോ, ഒരാളും തിരിഞ്ഞു നോക്കില്ലടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് സ്വഹാബത്തിന് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ആ പരലോകത്തെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ആ പരലോകത്തിന്റെ ഭയാനകമായ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് നബി തങ്ങൾ തന്റെ വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹാ വീടിനകത്ത് തളർന്നു കിടക്കുകയാണ്. കരഞ്ഞ് 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 തളർന്നു കിടക്കുകയാണ്. നബി തങ്ങൾ ഓടിച്ചെന്നു ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ തല പിടിച്ച് മടിയിൽ വെച്ചു. എന്തു പറ്റി ആയിഷ? എന്തിനാ കരയുന്നത് ആയിഷ? യാ റസൂലല്ലാഹ്, അങ്ങ് മഹ്ശറയെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് പേടിച്ച് കരഞ്ഞതാ നബിയേ. പേടിച്ച് കരഞ്ഞ് തളർന്നു കിടക്കുന്ന ആയിഷ എന്ന പ്രായം കുറഞ്ഞ പ്രിയപ്പെട്ട ഭാര്യ നബി തങ്ങളെ സമാധാനിപ്പിക്കുകയാണ്. അവിടുത്തെ കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നോട് സ്നേഹമുണ്ടോ നബിയേ? എന്നെ ഇഷ്ടമാണോ നബിയേ? ആയിഷ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ആയിഷ.
നിബിതങ്ങൾ അവിടെന്ന് മറുപടി പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പരലോകത്തേക്ക് കടന്നു വരുമ്പോ ഈ സ്നേഹം കാണുമോ നബിയേ? എന്നെ കണ്ട പരിചയം കാണിക്കുമോ നബിയേ? കരഞ്ഞ് തളർന്നു കിടക്കുന്ന ഭാര്യയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുന്ന നിബിതങ്ങളോട് ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ നിബിതങ്ങളുടെ കണ്ണ് നിറയുകയാ. താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, എന്തു പറ്റി നബിയേ? ആയിഷ, വല്ലാത്ത ചോദ്യമായിഷ. അല്ലാഹുവിന്റെ പരലോകമുണ്ടല്ലോ, ആ മഹ്ശറയിലെ 3 സ്ഥലങ്ങളിൽ ജനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ, 3 സ്ഥലങ്ങളിൽ ജനങ്ങൾ എത്തിക്കഴിഞ്ഞാ ഫലാ യദ്കുറു അഹദുൻ അഹദാ. വാപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ കൂടപ്പുറപ്പോ കുടുംബക്കാരോ ഒരാളും തിരിഞ്ഞു നോക്കില്ല ആയിഷ. അതാടോ പരലോകമെന്ന് പറയുന്നത്. ആ പരലോകത്ത് ചെമ്പിന്റെ തറയില് ഒരു ചാട് മുകളിൽ സൂര്യദിച്ച് നിൽക്കുന്ന ദിവസം ഉടുതുണിയില്ലാതെ ആടുങ്ങളും പെണ്ണുങ്ങളും നിലവിളിക്കുകയാ, യാ വൈലതാ യാ ഹസ്റതാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ നിലവിളിക്കുമ്പോ ഒരേ ഒരു തണലേ ഉള്ളൂ, ഒരേ ഒരു തണലേ ഉള്ളൂ. എവിടെയാണ് തണലെന്നറിയോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ എന്നെയും നിന്നെയും പടച്ച റബ്ബുണ്ടല്ലോ, അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെയാ, അല്ലാഹുവിന്റെ അർശിന്റെ താഴെയാ, അല്ലാഹുവിന്റെ അർശിന്റെ താഴെയാ. അവിടെയല്ലാതെ ഒരു തണലില്ല, അവിടെയല്ലാതെ ഒരു തണലില്ല. ആ പരലോകത്ത് അല്ലാഹു വിളിക്കുകയാ, സബഅത്തുന യുളില്ലുഹുമുല്ലാഹു ഫീ ലില്ലി. 7 വിവിഐപികളെ വിളിക്കുകയാ അല്ലാഹു, 7 വിവിഐപികളെ വിളിക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ അർശിന്റെ താഴെ അവർക്കൊരു സ്ഥാനം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവരെ, ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുമോ വാപ്പാ? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മജ്‌ലിസില്, ഈ കാണുന്ന ജനങ്ങളുടെ നടുവില് ഒരാളെ വിളിച്ചിട്ട് സ്റ്റേജിൽ കയറ്റിയിരുത്തിയാൽ, നിങ്ങളിൽ ഒരാളെ വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് ഈ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരാളെ സ്റ്റേജിൽ കയറ്റിയിരുത്തിയാൽ എന്ത് സന്തോഷമാ സഹോദരാ. പടച്ച റബ്ബേ, എങ്കിലും പടച്ചവനെ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ. ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സക്കരിയ നബിയും പടച്ചവനെ ലോകത്ത് കടന്നു വന്ന ഈസാ നബി വരെയുള്ള പ്രവാചകന്മാർ, അവരുടെ ഉമ്മത്തീങ്ങളോ അവരുടെ അനുയായികളോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ, അവിടുത്തെ ഭാര്യമാരോ അവിടുത്തെ മക്കളോ അവിടുത്തെ സ്വഹാബത്തോ താബീങ്ങള് തബഉ താബീങ്ങള് ഇമാമുമാര് ഔലിയാക്കന്മാര് സയ്യിദന്മാര് പണ്ഡിതന്മാര് ഹാഫിളീങ്ങള് ആലിമീങ്ങള് ആബിദീങ്ങള് സ്വാലിഹീങ്ങള്, നിന്റെ വാപ്പാ നിന്റെ ഉമ്മ നിന്റെ ഭാര്യ നിന്റെ മക്കള് നിന്റെ കൂടപ്പുറപ്പ് നിന്റെ കുടുംബക്കാര് നിന്റെ നാട്ടുകാര് നിന്റെ കൂട്ടുകാര് കോടാനി 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 വരുന്ന ജനങ്ങൾ മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിൽക്കുമ്പോ അല്ലാഹു വിളിക്കുകയാ. 7 വിഭാഗത്തെ അല്ലാഹു വിളിക്കുകയാ. ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? വറജുലുൻ ദക്കറല്ലാഹു ഖലിയാ വഫാലത് ഐനാ.
കൈപൊക്കിയ വാപ്പാ, കരയുമെന്ന് തീരുമാനമെടുത്ത ചെറുപ്പക്കാരാ, നിങ്ങളെ ജീവിതത്തിൽ ചെയ്തു പോയ പാവങ്ങൾ ഓർത്തിട്ട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്നൊലിപ്പിച്ചോ. നിനക്ക് നാളെ അർശിന്റെ താഴെ അല്ലാഹു ഒരു സ്ഥാനം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ 7 വിഭാഗം ആൾക്കാർ അല്ലാഹു വിവിഐപികളെ പോലെ പരിഗണിക്കും. അല്ലാഹുവിന്റെ അർശിന്റെ താഴെ 7 വിഭാഗം ആൾക്കാർ അല്ലാഹു വിളിച്ചിരുത്തും. ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗം നിങ്ങളിൽ കൈപൊക്കിയവരാ. അല്ലാഹു അക്കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ. പള്ളി കെട്ടിക്കെടുത്തവരോ പള്ളിക്ക് ലക്ഷങ്ങൾ കൊടുത്തവരോ നോമ്പ് പിടിച്ചവരുടെ കഥയല്ല ഞാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് കരഞ്ഞവർ, ജീവിതത്തിൽ വന്നുപോയ പിഴവുകൾ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞിട്ട് അള്ളാഹുവിന്റെ അദാബുകളെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞവർ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാച്ചി നോക്കുന്നുണ്ട് ചിലര്. 10:15 ഉള്ളൂ, 11 മണി വരെ സമയമുണ്ട് എനിക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എത്ര മണി വരെ സമയമുണ്ട്? 12 മണിക്ക് ഞാൻ മിക്കവാറും ഇൻഷാ അല്ലാഹ് കോഴിക്കോട് കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ടാകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉള്ള നേരത്തെ പോയി കിടന്ന് ഉറങ്ങണം ഇൻഷാ അല്ലാഹ്. സുബഹി നിസ്കാരം ഫറളും വഅദ് കേൾക്കൽ സുന്നത്തുവ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നാളെ സുബഹി നിസ്കരിക്കണ്ടേ? നിങ്ങളൊക്കെ നിസ്കരിക്കും. ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ ഈ വഅദ് കൊണ്ട് എന്ത് പ്രയോജനം? ഞാൻ പോയി കിടന്നിട്ട് ഉറങ്ങിയാൽ പറ്റത്തില്ലല്ലോ. 5 വഖത്ത് നിസ്കാരം നിർബന്ധമാണ്. വഅദൊക്കെ എല്ലാവരും ഉണ്ടോ? പെങ്ങളും എന്നെക്കാലം നല്ല പോലെ വഅദ് പറയേണ്ടവരില്ലേ? ഇന്നത്തെ ചെറുപ്പക്കാരി അടുത്ത് അല്ലേ കുഞ്ഞാപ്പോക്ക സ്റ്റാറ്റസ് ഇട്ടേക്കുന്നുണ്ട്, കല്യാണ വീട്ടിൽ ഒരു പയ്യൻ പ്രസംഗിക്കുന്നൊരു വീഡിയോ. കല്യാണ വീട്ടിൽ തന്നെ എന്ത് മനോഹരമായിട്ട് പ്രസംഗിക്കണം. അപ്പൊ എല്ലാവരുടെ മൊബൈൽ എടുത്ത് നോക്കിയാലും പ്രസംഗമുണ്ട്. പ്രസംഗം ഇല്ലാത്ത മൊബൈലുണ്ടോ? സിനിമയുണ്ട്, അതിനിടയിൽ ഒരു വഅദുണ്ട്, ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ വഅദ്. വഅദുകൾക്കൊന്നും കുറവില്ലടോ, എല്ലാവരും വഅദ് കേൾക്കുന്നുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒന്നുമില്ല, പറയുന്നവനുമില്ല, കേൾക്കുന്നവനുമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ ജിബ്രീൽ തങ്ങൾ ഒരിക്കൽ പറയുണ്ടായി, പണ്ടത്തെ വഅദെന്ന് പറഞ്ഞാ പടച്ചവനെ വഅദ് കേൾക്കാൻ വരുമ്പോ ചിരിച്ചുകൊണ്ട് വരുന്നവനും വഅദ് കേട്ടിട്ട് തിരിച്ചു പോകുമ്പോ കരഞ്ഞുകൊണ്ട് പോകും. ചിരിച്ചുകൊണ്ട് വരുന്ന ഒരാള് വഅദ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ കണ്ണ് കലങ്ങിയിട്ട് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകും അത്രേ. ഇപ്പൊ കരഞ്ഞുകൊണ്ട് വരുന്നവനും കോമഡി കേട്ടിട്ട് പോണ പോലെ തിരിച്ചോണ്ടാ പോണ, തിരിച്ചു വഅദ് കഴിഞ്ഞു. ഇന്നത്തെ വഅദുകൾ മാത്രമേ ഉള്ളടോ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവർക്കും സുഖമാണോ? പൈസ ഉണ്ടോന്നല്ല ചോദിച്ച, സുഖമാണോ ഉണ്ടോ? ഞാൻ സുഖമാണോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞ മറുപടി എന്താ? ചിലര് ചിലര് സുഖമാ, ചിലര് അൽഹംദുലില്ലാ, ചിലരിങ്ങനെ തലകുലുക്കി, പിന്നെ ചിലര് പിന്നെ അനങ്ങൂല്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സത്യത്തിൽ മദ്രസയിൽ പഠിക്കണ കാലം മുതൽ നമ്മൾ പഠിക്കുന്നതാ, ഒരാള് സുഖമാണോ എന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത് എന്ന്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ ഒരു സ്വഹാബി പള്ളിയിലേക്ക് കയറി വന്നു. അപ്പൊ നബി തങ്ങൾ ആ സ്വഹാബിയോട് ചോദിച്ചു, യാ ഫുലാൻ, ആ ചങ്ങാതിയോട് ചോദിച്ചു, നിനക്ക് സുഖമാണോ? നിങ്ങൾ ചോദിക്കണ പോലെ, പള്ളിയെ ഖതീബ് ചോദിക്കണ പോലെ ചോദിച്ചു, നിനക്ക് സുഖമാണോ? ഹബീബ സുഖമാണോ? കാക്കാ പാപ്പ നിനക്ക് സുഖമാണോ? അപ്പൊ ചങ്ങാതി പറഞ്ഞ മറുപടി അൽഹംദുലില്ലാ ഖൈർ, അൽഹംദുലില്ലാ. ആ മറുപടി കേട്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, ദുആ ചെയ്തു. ഇത് കേട്ടോണ്ട് രണ്ടാമതൊരാൾ പുറകിൽ വന്നു. ആ രണ്ടാമത് പുറകിൽ വന്ന ആളോടും ഇതേ ചോദ്യം തന്നെ ചോദിച്ചു, ഹബീബ നിനക്ക് സുഖമാണോ? ആ ചങ്ങാതി പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതുപോലെ സുഖമാണ്. അദ്ദേഹം പറഞ്ഞു ഖൈർ റാഹത്ത്. ഇപ്പൊ നബിതങ്ങളൊന്നും മിണ്ടിയില്ല. അപ്പൊ ഈ സഹാബി തന്നെ ചോദിച്ചു, എന്താ എനിക്ക് ദുആ ഇല്ലേ? മുമ്പേ വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാ എന്നോട് ചോദിച്ചത്. അദ്ദേഹത്തിന് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു, എനിക്ക് ദുആ ഇല്ലേ? അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത്, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഇനി പറ, സുഖമാണോ? എങ്ങനെ ആക്കാന്മാരെ സുഖമാണോ? നേരത്തെ പറഞ്ഞാ പോരായിരുന്നോ? ഇത് നേരത്തെ പറഞ്ഞാ പോരായിരുന്നു. അറിയാഞ്ഞിട്ടല്ല, പറയാഞ്ഞിട്ടല്ലേ. അപ്പം ഇതാ ഞാൻ പറഞ്ഞ വഅദ്.
ഇതാണ് ഞാൻ പറഞ്ഞ, എല്ലാവർക്കും അറിയാം പല കാര്യങ്ങളും. ഉദാഹരണത്തിന് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇതുപോലെയാണ് പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്, ജീവിതത്തിൽ ചെയ്യാറില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് സുഖമല്ലേ? ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? മക്കളൊക്കെ എങ്ങനെയുണ്ട്? വീടൊക്കെ എങ്ങനെയുണ്ട്? പൈസയൊക്കെ എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ. എന്ത് ചോദിച്ചാലും അൽഹംദുലില്ലാ, അതിനകത്തുണ്ട് എല്ലാം. മറിച്ചോ? എങ്ങനെയുണ്ട് ഹബീബെ കച്ചവടമൊക്കെ? അളിയാ നല്ല കച്ചവടം. വൈകിട്ടേരാകുമ്പോ 2000, 3000, 4000 കയ്യിലിരിക്കും. അപ്പൊ ഈ കേക്കട ചങ്ങാതി വിചാരിക്കും, അല്ലാ ഇവനെ കൊറോണ ഒന്നും പിടിച്ചില്ല പടച്ചവനെ. എല്ലാരും പ്രയാസത്തിൽ കിടക്കുമ്പോ പിന്നെ തകട് കുഴിച്ചിട്ടു, വെറ്റ കുഴിച്ചിട്ടു, മുട്ട കുഴിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തിനാവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണേ? രണ്ടാമത്തെ ചോദ്യം അല്ല, ഇനി പറയുക ആകെ പ്രയാസവ. പഴയതുപോലൊന്നും ഇല്ലടി, എല്ലാം പോയി. കാക്കാടെ പൈസ ഒക്കെ പോയി. ഇപ്പൊ പഴയതുപോലൊന്നും ഇല്ല, ആകെ കടവ, ബുദ്ധിമുട്ടാ, പ്രയാസവ. അപ്പൊ ഈ കേക്കട ചങ്ങാതി വിചാരിക്കും എത്തിങ്ങാനയിലായി അൽഹംദുലില്ലാ, ഓ മനസ്സിൽ വിചാരിക്കും. അപ്പൊ ഏറ്റവും നല്ലത് എന്ത് പറയല? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നേട്ടമേ ഉള്ളൂ, നഷ്ടമൊന്നുമില്ല. അൽഹംദുലില്ലാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നബി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖത്റതാനി അഹബ്ബു ഇലല്ലാഹ് ഖത്റത്തു ദുമൂഇ മിൻ ഖശിയത്തില്ലാഹ് വ ഖത്റത്തു ദുഹൂരി ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 തുള്ളികളുണ്ടോ? 2 തുള്ളികൾ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. 2 തുള്ളികൾ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. ആ 2 തുള്ളികളിൽ ഒരു തുള്ളി ഏതെന്നറിയോ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീരനിത്യം ഭരിക്കുന്ന ശുഹദാക്കളുണ്ടല്ലോ, അല്ലാഹു കൊടുത്ത ജീവിതം അല്ലാഹുവിന് വേണ്ടി വെച്ച് മാറ്റിക്കൊടുത്തിരുന്ന ശുഹദാക്കളുണ്ടല്ലോ. ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി വീരമൃത്യം ഭരിച്ച ശുഹദാക്കളുണ്ടല്ലോ. ആ ശുഹദാക്കളുടെ ശരീരത്തിൽ നിന്ന് വീഴുന്ന രക്തത്തുള്ളിയുണ്ടല്ലോ, അത് വല്ലാത്ത ഇഷ്ടമാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുള്ളി അതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, ആ ശുഹദാക്കളുടെ ശരീരത്തിൽ നിന്ന് വെട്ടുകൊണ്ടിട്ടവരുടെ ശരീരത്തിൽ നിന്ന് വിഴുകുന്ന രക്തമുണ്ടല്ലോ, ആ രക്തം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. ആ രക്തം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. ഇനി രണ്ടാമതൊരു തുള്ളിയുണ്ടോ? ആ തുള്ളി ഏതെന്നറിയോ? എവിടെയെങ്കിലും ഒറ്റയ്ക്കിരുന്നിട്ട്, ആരും കാണാത്ത ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്നിട്ട് ജീവിതത്തിൽ ചെയ്തു കൂട്ടി അപരാധങ്ങൾ മുഴുവനും ഓർത്തിട്ട്, മരണമുണ്ടല്ലോ, ഖബറുണ്ടല്ലോ, മസ്റയുണ്ടല്ലോ, വിചാരണയുണ്ടല്ലോ, സിറാത്തുണ്ടല്ലോ, നന്മതിന്മ എഴുതിയ കിതാബുണ്ടല്ലോ, അല്ലാഹു എന്നെ പിടിച്ചു നിർത്തുന്ന ഒരു ദിവസം വരാനുണ്ടല്ലോ. ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴേക്ക് വീണാൽ, നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴേക്ക് ഒഴുകിയാ അല്ലാഹുവിന് ഇഷ്ടമാവാപ്പാ. മരണ വീട്ടിലിരുന്ന് കരയുന്ന കണ്ണുനീരിന് വിലയില്ല, രോഗിയുടെ ചാരത്തിരുന്ന് കരയുന്ന കണ്ണുനീരിന് വിലയില്ല, ജീവിതത്തിൽ പ്രയാസം വരുമ്പോ കരയുന്ന കണ്ണുനീരിന് വിലയില്ല. എന്നാ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ, അല്ലാഹുവിനെ ഓർത്തിട്ട് കരഞ്ഞ, മരണത്തെ ഓർത്തിട്ട് കരഞ്ഞ, ഖബറിനെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞ, അല്ലാഹുവിന്റെ ഹിസാബിനെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞ, അല്ലാഹുവിന്റെ മുമ്പിൽ പോകണമല്ലോ. എന്ത് ചോദിച്ചാ എന്ത് പറയും? അല്ലാഹ്
ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴേക്ക് വീണ അത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ, അത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അറിയുമോടാ മോരെ, ആ കണ്ണുനീരിന്റെ വില നിനക്കറിയോ? അല്ലാഹു ഉപമിച്ചത് എവിടേക്കാണെന്നറിയോ? എന്തിനോടാ അല്ലാഹു ഉപമിച്ചതെന്നറിയോ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, സയ്യിദ് ശുഹദാഇ ഹംസ. ഉഹദിന്റെ രണാങ്കണത്തിൽ തന്റെ കയ്യും തന്റെ കാലും തന്റെ കരടും വരെ കൊടുത്ത ഹംസതങ്ങള്, ആ ഹംസതങ്ങളുടെ ശരീരത്ത് നിന്ന് ഒലിച്ച രക്തമുണ്ടല്ലോ, നിശബ്ദങ്ങളുണ്ടല്ലോ, വൈരതങ്ങളുണ്ടല്ലോ, വൈബതങ്ങളുണ്ടല്ലോ, അബ്ദുല്ലാഹിബ്നു ജഹ്ശ് തങ്ങളുണ്ടല്ലോ. മക്കളെ, ഈ സഹാബത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ച രക്തത്തോളം പുണ്യമുണ്ടടാ ചെറുപ്പക്കാരാ. വാപ്പാ, ബദറിന്റെ രണാങ്കണത്തിൽ ശഹീദായ ശുഹദാക്കളുണ്ടല്ലോ, അവരുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ച രക്തത്തോളം പുണ്യമുണ്ട് വാപ്പാ. നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരിടൂ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് സീരിയൽ കണ്ടിട്ട് സീരിയലിലെ നടിയുടെ കണ്ണ് നനയുമ്പോ കരയുന്ന ഉമ്മമാരേ, മഹദിയായ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ മുസ്ലിമായതിന്റെ പേരില് 3 പേരെ ഇട്ട് തല്ലിച്ചതയ്ക്കുകയാ. അടുത്ത് കിടക്കുന്ന മലരാരുണ്യത്തില് ഖുറൈശികളിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. മഹദി സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാ, യാസിർ റളിയല്ലാഹു തആല അൻഹു, അമ്മാർ റളിയല്ലാഹു തആല അൻഹു, വാപ്പയെയും ഉമ്മയെയും മകനെയും ഇട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. മുസ്ലിമായതിന്റെ പേരില് പടച്ചവനെ അവസാന ശത്രുക്കൾ എന്ത് ചെയ്തെന്നറിയോ? സുമയ്യ ബീബിയുടെ ഭർത്താവിന്റെ കൈകാലുകൾ കെട്ടിയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് തലകീഴായി നിർത്തുകയാ. അവിടുന്ന് തീയങ്ങ് പടർന്നു കയറുകയാണ്. പച്ചയിറച്ചിയിലൂടെ തന്റെ ശരീരത്തിലൂടെ അതാ തീയിങ്ങനെ പടർന്നു കയറുമ്പോ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ ഓടി വരികയാണ്. തന്റെ ഭർത്താവിനെ തള്ളി താഴെയിടുകയാണ്. ശരീരത്തിൽ മണ്ണുവാരിയിട്ടവിടത്തെ തീ അണയ്ക്കുമ്പോ കത്തിക്കരിഞ്ഞു പച്ച ഇറച്ചിയുടെ ദുർഗന്ധം ഇങ്ങനെ ശരീരത്തിൽ നിന്നടിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അഹദ്, തോറ്റുകൊടുക്കല്ലോ. ഇവന്മാര് നമ്മളെ കൊന്നാലും നമ്മൾ തോറ്റുകൊടുക്കരുത്. അല്ലാഹു അഹദ്. മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിന് പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ ധൈര്യം കൊടുക്കുകയാ. ചവിട്ടി തറയിലിട്ടോ, ശത്രുക്കളെ സുമയ്യ ബീബിയെ ചവിട്ടി തറയിലിട്ടോ. അവിടുത്തെ തലയുടെ മുകളിൽ, അവരുടെ കഴുത്തിന്റെ മുകളിൽ കാലെടുത്ത് വെച്ചിട്ട് പഴുത്തു കിടക്കുന്ന മലരാരുണ്യത്തിലേക്ക് ചവിട്ടി താഴ്ത്തുമ്പോ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാ അപ്പോഴും വിളിച്ചു പറഞ്ഞു, അല്ലാഹു അഹദ്. സഹിച്ചില്ലടോ, മലർത്തി കിടത്തിയിട്ട് സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഗുഹ്യഭാഗത്തേക്ക് പഠിപ്പിച്ച കമ്പി കുത്തിയിറക്കിയിട്ട് ആ പച്ചയിറച്ചി വലിച്ചു പറിക്കുമ്പോ അവിടുത്തെ ശരീരത്തിൽ നിന്ന് വീണ രക്തത്തുള്ളിയോളം പുണ്യമാ. ആ ശുഹദാഇന്റെ ശരീരത്തിൽ നിന്ന് ആ വീഴുന്ന രക്തത്തോളം പുണ്യമുണ്ടടോ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്ന ഒരു മനുഷ്യന്റെ കണ്ണുനീരിന് ആ ശുഹദാക്കളുടെ രക്തത്തുള്ളിയോടാ അല്ലാഹു ഉപമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, നബി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 തുള്ളികൾ, അത് ഒന്നാമത്തെ തുള്ളി ശുഹദാഇന്റെ ശരീരത്തിൽ നിന്ന് വീടുന്ന രക്തമാ. 2
അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്ന കണ്ണുനീരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും കരയാ പറ്റണമെന്നില്ല. ചിരിക്കാൻ പറഞ്ഞാ പറ്റുമടോ? ചിരിക്കാൻ ഒരു കാരണവും വേണ്ടടോ? ചുമ്മാതെ ഇരുന്ന് ചിരിക്കാനും ആരെക്കൊണ്ടും പറ്റുമടോ? പക്ഷേ കരയാൻ പറഞ്ഞ എല്ലാവർക്കും അതിന് കഴിയില്ല, എല്ലാവർക്കും അതിന് കഴിയില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കരയാൻ കഴിയൂ. അതുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ്, മൂന്നാമത്തെ പ്രതിഫലമാണ്, മൂന്നാമത്തെ പ്രതിഫലമാണ് പടച്ചറപ്പേ. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവേ, നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഇന്നി റഅയ്തുൽ ബാരിഹ തഅജ്ജുബൻ റഅയ്തു റജുലൻ മിൻ ഉമ്മതി ഖദ് ഉൽഖിയ ഫിന്നാർ. നബി തങ്ങൾ പറയുകയാണ്, നാലാമത്തെ പ്രതിഫലം എന്താ? നാലാമത്തെ പ്രതിഫലം 3. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികൾ. 1 ശുഹദാഇന്റെ ശരീരത്ത് നിന്ന് വീഴുന്ന രക്തത്തുള്ളി. 2 അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീർ തുള്ളി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.